ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് BGMAയുമായിട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത്, ഞാനൊരു ബിഗിനറാണ്. നമ്മളപ്പോൾ മറ്റേ അൾട്ടിമേറ്റ് അരേന പറഞ്ഞൊരു മാപ്പാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി കാണുന്നവർ ലൈക്കും ചെയ്യുക. അപ്പോൾ നമ്മളുടെ മാച്ച് ഇവിടെ സ്റ്റാർട്ടാവും. ആദ്യമായിട്ടാണ് കളിക്കുന്നത്, ഞാൻ ഒരു ബിഗിനറാണ്. നമ്മുടെ മാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ഗണ്ണ് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ആ ഗണ്ണ് അതിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ആ ഗണ്ണെടുത്തു. അപ്പോൾ 4 റൗണ്ടാണ് ഈ മാപ്പിൽ ടോട്ടലായിട്ടുള്ളത്. നമ്മുടെ ടീംമേറ്റ്സൊക്കെ കളിക്കില്ലോ എന്നൊന്നും അറിയില്ല. ഞാൻ യൂട്യൂബിൽ എന്തൊക്കെയോ ട്യൂട്ടോറിയലൊക്കെ കണ്ടുവന്നിട്ടാണ് കളിക്കുന്നത്. നിങ്ങൾ കളി വെച്ചിട്ട് എന്നെ വില വെക്കരുത്. അപ്പോൾ ഇവിടെ ഒരുത്തൻ അടിച്ചിട്ട് കൊള്ളണേ ഇല്ല. നോക്കുമ്പോഴേ മനസ്സിലായത് അവൻ നമ്മുടെ ടീംമേറ്റാണെന്ന്. വേറൊരുത്തനെ നമ്മൾ അടിച്ചിട്ടു. ഇവൻ ടീംമേറ്റ് അല്ല. ഞാൻ വിചാരിച്ചു ടീംമേറ്റിൻ്റെ തലന് മേലെയൊക്കെ പേര് വരുന്നു. ഇവന്മാരുടെ ആണെങ്കിൽ കാണിക്കുന്നില്ല. ഞാൻ എനിമിയാണ് പറഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം. അങ്ങനെ തന്നെ റൗണ്ടിൻ്റെ പകുതി മുക്കാലും പോയി. അപ്പോഴേക്കും നമ്മുടെ പിള്ളേർ അവിടെ ഒരേ കളിയാണ്. അങ്ങനെ നമ്മൾ 1ാമത്തെ റൗണ്ട് ജയിച്ചിട്ടുണ്ട്. ടോട്ടലായിട്ട് 4 റൗണ്ടാണ്. ഇനി 3 റൗണ്ടും കൂടി മതി നമുക്ക് ജയിക്കാൻ. അപ്പോൾ നമുക്കൊരു പോയിൻ്റ് കിട്ടി. ഈ റൗണ്ടിൽ ഞാൻ UMP എടുത്തു. ഇതിൻ്റെ പേര് എനിക്കറിയാം കേട്ടോ. ഞാൻ മുമ്പ് ഫ്രീ ഫയർ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ UMP ഉണ്ട്. അപ്പോൾ അതിൽ കണ്ടൊരു ഓർമ്മയിൽ എനിക്ക് എൻ്റെ പേര് ഗസ് ചെയ്യാൻ പറ്റി. ഇത് UMP ആണ്. അതിൽ പേര് വല്ല മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഞാനിപ്പോൾ യൂട്യൂബ് നോക്കിയിട്ട് എന്തൊക്കെയൊക്കെയോ ട്യൂട്ടോറിയൽ കണ്ടു. എനിക്ക് നേരെ ഒന്നും അറിയില്ല. ഞാൻ എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. യൂട്യൂബിൽ അവർ പറഞ്ഞ പോലെ ഇങ്ങനെ സ്കോപ്പ് ഇട്ടിട്ട് അങ്ങനെ എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ പ്രോ ആണെന്ന്. എന്നാൽ ഞാൻ പ്രോ അല്ല. അവിടെ ഒരുത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ UMP എടുത്തിട്ടാണ് ഗൈസ് ഇത്ര റേഞ്ചിൽ നിന്ന് അടിക്കുന്നത്. UMP ഒരു ഷോർട്ട് റേഞ്ച് ഗണ്ണാണ്. അവനാണെങ്കിൽ അടിച്ചിട്ട് കൊള്ളണമില്ല. അത് UMP എടുത്ത് ലോങ് റേഞ്ച്. അതൊക്കെ തന്നെ ഗൈസ് നമ്മുടെ കഴിവ്. അപ്പോൾ നമ്മൾ റഷ് ചെയ്ത് കയറി പോവുകയാണ്. കില്ലൊന്നും കിട്ടണേ ഇല്ല ബാക്കിൽ നിന്നിട്ട്. അപ്പോഴേക്കും നമ്മുടെ ബംഗാളി ടീമേറ്റ്സ് അടിച്ചിട്ടു. നമ്മളങ്ങനെ റൗണ്ട് 2 ആയി. അങ്ങനെ നമുക്കിപ്പോൾ 2 പോയിൻ്റ് കിട്ടി. ഇന്ന് നമ്മൾ ഈ ഒരു ഗണ്ണിൽ ഏത് തോക്ക് എടുക്കും പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഒരു തോക്ക് എടുത്തു. ഞാൻ പിന്നെ അത് വേണ്ട വെച്ചിട്ട് ഈ ഒരു തോക്ക് എടുത്തു. M416 പറഞ്ഞൊരു ഗണ്ണ്. അപ്പോൾ ഇതെടുത്ത് ബാക്കി പൈസയ്ക്ക് ഞാൻ കുറച്ച് ഗ്രനേഡും സ്മോക്കും അങ്ങനെ എന്തൊക്കെയൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ റൗണ്ട് വന്നിട്ട് ഹോസ്പിറ്റൽ പറഞ്ഞ മാപ്പാണ്. ഹോസ്പിറ്റൽ പറഞ്ഞ സ്ഥലമാണ്, മാപ്പല്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാനിങ്ങനെ സ്കോപ്പ് ഇട്ടിട്ട് നിന്നു, ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ലയോ പറഞ്ഞിട്ട്. അവിടെ ഒരുത്തിനെ കണ്ടു. അവന് ഒരു ബുള്ളറ്റ് എങ്ങനെയോ കൊണ്ടു. എനിക്കറിയില്ല ഗൈസ്, എനിക്കിതിൽ കൺട്രോളും കിട്ടുന്നില്ല. അത് മാത്രമല്ല അടിച്ചതൊക്കെ ഇങ്ങനെ കണ്ട സ്കോപ്പ്. ഫ്രീ ഫയറിലാണെങ്കിൽ ഇതേപോലെയല്ല, അടിച്ചാൽ കൊള്ളും. ഇത് റിയലിസ്റ്റിക് കൂടിപ്പോയിട്ട് അടിക്കുമ്പോഴൊക്കെ അങ്ങനെ വരച്ച് എനിമിൻ്റെ ദേഹത്തെ തട്ടണില്ല. ഇടയ്ക്ക് 1-2 എണ്ണമൊക്കെ തട്ടും. ഇപ്പം തട്ടിയതുപോലെ നമ്മളിങ്ങനെ നിന്നിട്ട് അടിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കൊള്ളുന്നില്ല ഗായ്സ്. ഇപ്പോഴേക്കും നമ്മുടെ റൗണ്ട് തീരാറായി. നമ്മുടെ പിള്ളേരൊക്കെ ഒരേ കളിയായതുകൊണ്ട് റൗണ്ടൊക്കെ പെട്ടെന്ന് തീരുന്നുണ്ട്. നമ്മളങ്ങനെ 3ാമത്തെ റൗണ്ടും ജയിച്ചു. ഇതൊക്കെ എന്തിനാ വീഡിയോ ഒക്കെ ഇടുന്നതെന്ന് വെച്ചാൽ ഒരു സന്തോഷത്തിനാണ് ഗൈസ്. ഞാൻ പ്രോ പ്ലെയർ ആയിട്ടൊന്നുമല്ല ഞാൻ വീഡിയോ എടുത്തിടുന്നത്. അത് മാത്രമല്ല ഞാൻ ഇതിൽ നേരെ ഒരു കില്ല് കൂടി എടുത്തിട്ടില്ല. സാധാരണ വേറെ യൂട്യൂബർ പറഞ്ഞാൽ കില്ലെടുത്തു പറഞ്ഞിട്ടാണ് ഇപ്പോൾ 35 കില്ല് അങ്ങനെയൊക്കെയാണ് വീഡിയോസ് ഇടുന്നത്. നമ്മൾ നമ്മുടെ ഒരു സന്തോഷത്തിന് ഇടുന്നതേ ഉള്ളൂ. ഞാൻ പിന്നെ ആദ്യമായിട്ട് കളിക്കുന്നത് കൊണ്ട് എനിക്കങ്ങനെ നല്ല കളിയൊന്നും അറിയില്ല.
ഞാനിപ്പോൾ എന്തൊക്കെയൊക്കെയോ വാങ്ങിച്ചു കൂട്ടി. എൻ്റെ പൈസയൊക്കെ തീരണ വരെ വാങ്ങിച്ചു എന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ഒരു മൗണ്ട് റിഡ്ജ് അങ്ങനെ എന്തൊരു സ്ഥലത്താണ് ജനിച്ചത് ഈ റൗണ്ട്. അപ്പം മലിനമേലെ ആയതുകൊണ്ട് എവിടെ പറഞ്ഞ് ഞാനിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ കൂടെ ടീംമേറ്റ്സും ഉണ്ട്. ഇതിലെവിടെ പറഞ്ഞ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും. ഇതിൽ തപ്പാനാണ് ഇത്തിരി പണി. മറ്റേ ഏരോ മാർക്ക് കാണിക്കുമല്ലോ ഫയർ ചെയ്യുന്ന ഭാഗത്ത്, അതാണെങ്കിൽ ഇവിടെ കാണിക്കുന്നില്ല. പിന്നെ ഞാൻ ഇങ്ങനെ കുറച്ച് ഇങ്ങോട്ടൊക്കെ പോയ സമയത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കണു അവിടെ ഒരുത്തൻ നിൽക്കുന്നു. അവനെ വേറൊരുത്തൻ അടിച്ചിട്ടു. ഇവിടെ വേറൊരുത്തൻ വന്നു, അവനെ നമ്മൾ അടിച്ചിട്ടു ഗൈസ്. നമ്മുടെ ഫസ്റ്റത്തെ നോക്കാണെന്ന് തോന്നുന്നു. അതോ മറ്റവൻ കില്ല് കുമ്മിയോന്നറിയില്ല. ഇപ്പം തന്നെ ടീമിലത്തെ 3 പേര് ഡൗൺ ആയി. ഇനി ഒരുത്തൻ മാത്രമേ ഉള്ളൂ. ഇതും കൂടി നമ്മളവനെ കൊന്നു വെച്ചാൽ ജയിച്ചു. അപ്പോൾ നമ്മൾ വിക്ടറി അടിച്ചിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. ബൈ.